ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. വരും കാലങ്ങളിൽ വ്യാപാര വിതരണ മേഖലയിൽ ഇന്ത്യ ആഗോള ഹബ്ബായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ശാശ്വതമായൊരു രാഷ്ട്രമായി നിലകൊള്ളുന്നത് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ കരുത്തുറ്റ പശ്ചാത്തലത്തിലാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. സമാധാനമുണ്ടാകാതെ അസമിൽ വികസനം സാധ്യമാകില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. OTT സാമൂഹ്യ മാധ്യമ ഇടങ്ങൾക്ക് ത്രിതല നിയന്ത്രണ സംവിധാനമൊരുക്കി കേന്ദ്ര സർക്കാർ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഉൾപ്പെടെയുള്ള 10 സംസ്ഥാനങ്ങളിലേക്ക് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച കേന്ദ്രം. കേരളത്തിൽ ഇന്ന് 3677 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു. ആദരാഞ്ജലി അർപ്പിച്ച് സാംസ്കാരിക ലോകം. വാർത്തകൾ വിശദമായി. വരും കാലങ്ങളിൽ വ്യാപാര വിതരണ മേഖലയിൽ ഇന്ത്യ ആഗോള ഹബ്ബായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാടിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ 12,000 കോടി രൂപയുടെ ഭവന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. വേദിയിൽ മുൻ മുഖ്യമന്ത്രി MGR ജയലളിത എന്നിവരുടെ ഛായാചിത്രങ്ങളിൽ അദ്ദേഹം പുഷ്പാഞ്ജലി അർപ്പിച്ചു. ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളായിരിക്കും ഇനിയുള്ള കാലത്ത് ശോഭിക്കുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുച്ചേരിയിലെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ സമൃദ്ധിയുണ്ടാകൂ. കഴിഞ്ഞ 7 വർഷങ്ങളായി സൌഖ്യവും കായികക്ഷമതയും വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യമെമ്പാടുമുള്ള കർഷകർ നൂതന മാർഗ്ഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പുതിയ വിപണി തുറന്നുകൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. മികച്ച ഗതാഗത മാർഗ്ഗങ്ങൾ അതിന് ഊർജ്ജമേകുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ശാശ്വതമായൊരു രാഷ്ട്രമായി നിലകൊള്ളുന്നത് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ കരുത്തുറ്റ പശ്ചാത്തലത്തിലാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. തിരുവനന്തപുരത്ത് പി പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും കേരളത്തിന്റെ ബൌദ്ധിക മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്ന ബഹുമുഖ വ്യക്തിത്വമായിരുന്നു ശ്രീ പി പരമേശ്വരനെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. സാംസ്കാരിക നവോത്ഥാനവും ആത്മീയ പുനരുജ്ജീവനവും കൊണ്ടുവന്ന മഹാന്മാരാൽ സമ്പന്നമാണ് കേരളം. ശ്രീ ശങ്കരാചാര്യരുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും സംഭാവനകളെയും ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ജാതിമത വ്യത്യാസങ്ങൾക്കുപരിയായി രാജ്യത്തെ നാം ഒന്നാമതായി കരുതേണ്ടതുണ്ട്. പങ്കുവയ്ക്കലും പരിഗണനയുമാണ് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം. ഇന്ത്യയുടെ ബൌദ്ധിക പാരമ്പര്യത്തിന് 5000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നും ഇത് രാജ്യത്തിന്റെ അടിസ്ഥാന ഐക്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും പരമ്പരാഗത ആഹാര രീതിയിലേക്ക് മടങ്ങിപ്പോകണമെന്നും ആരോഗ്യം കാത്തുസൂക്ഷിക്കണമെന്നും ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ, ഒ രാജഗോപാൽ MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമാധാനമുണ്ടാകാതെ അസമിൽ വികസനം സാധ്യമാകില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തൊഴിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം, വീട്, വൈദ്യുതി എന്നിവ ജനങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ആയുധങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അസമിൽ വിവിധ പരിപാടികളിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. വരും നാളുകളിൽ രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ നല്ലൊരു ശതമാനം വഹിക്കുന്നത് അസമും വടക്കുകിഴക്കൻ മേഖലയുമായിരിക്കും. വെള്ളപ്പൊക്കം, അക്രമം, നുഴഞ്ഞുകയറ്റം എന്നിവയിൽ നിന്ന് അസമിനെ മുക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. OTT ഓൺലൈൻ സ്ട്രീമിംഗ് സാമൂഹ്യ മാധ്യമ ഇടങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പരാതികൾ പരിഹരിക്കുന്നതിനായി സമൂഹ മാധ്യമങ്ങൾ പ്രത്യേക സംവിധാനമൊരുക്കണമെന്ന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതോടെ അധിക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നവരെ തുറന്നുകാട്ടാൻ സമൂഹ മാധ്യമങ്ങൾ തയ്യാറാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായാണ് നിർദ്ദേശങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. The social media platforms, upon being asked either by a court order or by the government authority, will be required to disclose the first originator of the mischievous tweet or message, as the case may be. And this should be only in relation to sovereignty and integrity of India, number one. Number two, security of the state, public order, relations with foreign states, or rape, sexually explicit material, etc.
OTT പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാൻ ത്രിതല സംവിധാനം നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ വിരമിച്ച ജഡ്ജിയോ യോഗ്യതയുള്ള വിദഗ്ധനായ ഒരാളോ തലപ്പത്തുള്ള സ്വയം നിയന്ത്രണ സംവിധാനം OTT പ്ലാറ്റ്ഫോമുകൾക്ക് വേണമെന്നും ശ്രീ ജാവദേക്കർ വ്യക്തമാക്കി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ റെക്കോർഡ് നേട്ടത്തിനൊരുങ്ങി രാജ്യം. ഈ സാമ്പത്തിക വർഷം 303.34 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 5.84 ദശലക്ഷം ടൺ അധിക ഉൽപാദനമാണ് ലക്ഷ്യം. മന്നത്ത് പത്മനാഭന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക ക്ഷേമത്തിനും യുവാക്കളുടെ ശാക്തീകരണത്തിനും മന്നത്ത് പത്മനാഭൻ നൽകിയ സംഭാവനകൾ വലുതാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ബന്ധപ്പെടാം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഉൾപ്പെടെയുള്ള 10 സംസ്ഥാനങ്ങളിലേക്ക് ഉന്നതതല സംഘത്തെ നിയോഗിച്ച് കേന്ദ്രം. കേരളത്തിനു പുറമെ മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലേക്കാണ് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97.21%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11,799 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ഇതുവരെ 1,07,38,000-ലധികം പേർ രോഗമുക്തരായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 1,51,708 പേരാണ് നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 138 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ 1,56,000 കടന്നു. 1,26,71,000-ലധികം പേർക്ക് ഇതുവരെ കോവിഡ്-19 വാക്സിൻ വിതരണം ചെയ്തു. കേരളത്തിൽ ഇന്ന് 3,677 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4,652 പേർ രോഗമുക്തരായി. 14 മരണവും ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4,150 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,582 സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകളും പ്രഖ്യാപിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി തമിഴ്നാടും പശ്ചിമബംഗാളും രാജസ്ഥാനും. കേരളം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് തമിഴ്നാട്ടിൽ 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കി. പശ്ചിമബംഗാളിലും രാജസ്ഥാനിലും 72 മണിക്കൂറിനുള്ളിലുള്ള RT-PCR ടെസ്റ്റ് നെഗറ്റീവ് ഫലം നിർബന്ധമാണ്. ദേശീയ കളിപ്പാട്ട മേളയ്ക്ക് മറ്റന്നാൾ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മേള ഉദ്ഘാടനം ചെയ്യും. സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ് തദ്ദേശീയ കളിപ്പാട്ട പ്രദർശനം. हमारे देश में लोकल खिलौनों की बहुत समृद्ध परंपरा रही है. ഇന്ത്യയിലെ കളിപ്പാട്ട വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി ഭാരത സർക്കാർ ഇതാദ്യമായി ഇന്ത്യ ടോയ് ഫെയർ സംഘടിപ്പിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വാശ്രയ സ്വപ്നം ഇപ്പോൾ നാം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിറവേറ്റും. മാതാപിതാക്കളെ, അധ്യാപകരെ, സംരംഭകരെ, നിക്ഷേപകരെ, ഫെബ്രുവരി 27 മുതൽ മാർച്ച് 2 വരെ ഈ ചരിത്രപരമായ ഇന്ത്യ ടോയ് ഫെയറിന്റെ ഭാഗമാകുക. www.theindiatoyfair.in രജിസ്റ്റർ ചെയ്യുക. टीम अप फॉर टॉयज. പ്രമുഖ കവിയും ഭാഷാ പണ്ഡിതനും അധ്യാപകനുമായിരുന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കലാ, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വരും കാലങ്ങളിൽ വ്യാപാര വിതരണ മേഖലയിൽ ഇന്ത്യ ആഗോള ഹബ്ബായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ശാശ്വതമായൊരു രാഷ്ട്രമായി നിലകൊള്ളുന്നത് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ കരുത്തുറ്റ പശ്ചാത്തലത്തിലാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. സമാധാനമുണ്ടാകാതെ അസമിൽ വികസനം സാധ്യമാകില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. OTT സാമൂഹ്യ മാധ്യമ ഇടങ്ങൾക്ക് ത്രിതല നിയന്ത്രണ സംവിധാനമൊരുക്കി കേന്ദ്ര സർക്കാർ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഉൾപ്പെടെയുള്ള 10 സംസ്ഥാനങ്ങളിലേക്ക് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്രം. കേരളത്തിൽ ഇന്ന് 3,677 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു. ആദരാഞ്ജലി അർപ്പിച്ച് സാംസ്കാരിക ലോകം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും
@ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.